ബ്രേക്കിംഗ് ചവിട്ടി. ഇനി ഇതാണ് നമ്മൾ മെയിൻ ഗിയർ. ഇത് ലോവറും ഹൈയും നമ്മൾ പവർ പാണ്ടനുസരിച്ച് മാറ്റിയിടും. ഇത് നമ്മൾ പെട്ടെന്ന് റിവേഴ്സും ന്യൂട്രൽ ഫ്രണ്ട്, ഇതാണ് മെയിൻ ഗിയർ. ഇതിൽ റിവേഴ്സ് വരുന്നില്ല കേട്ടോ, ന്യൂട്രും ഗിയറുകളേ ഉള്ളൂ. അതായത് അത്യാവശ്യം നമുക്ക് മൂന്നാമത്തെ ഗിയറോ നാലാമത്തെ ഗിയറോ ഇട്ട് ഇത് റിവേഴ്സ് ഇട്ടാൽ വണ്ടി പുറകോട്ട് പോകും. ഇത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇതിൽ ഈ പറഞ്ഞ ഏത് ഗിയർ ഇട്ടാലും വണ്ടി പോകും, ഓരോ സ്ഥലത്തനുസരിച്ച്. ഇത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടും പവർ പോരാൻ തോന്നുമെങ്കിലാണ് നമുക്ക് ഈ ലോവറും ഹയറും ഉപയോഗിക്കേണ്ടത്. ലോവർ ആകുമ്പോൾ സാധാരണ നമുക്ക് നോർമൽ രീതിയിൽ പോകാം, ഹയർ ആകുമ്പോൾ നമുക്ക് നല്ല പവർ എടുത്ത് പോകാം. ഇനി അതും പോരാ, എക്സ്ട്രാ പവർ വേണമെങ്കിൽ ഇതും കൂടെ തട്ടി കൊടുത്താൽ ഇതതിനുള്ള ജിയോ, ഇത് എക്സ്ട്രാ പവറിനുള്ള ഗിയറല്ലേ. അപ്പോൾ ഈ ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകിൽ അഗ്രികൾച്ചറിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രോട്ടിൻ്റെ ഗിയറാട്ടോ. പിന്നെ അതാ ഇവിടെ വേറൊരു ഗിയറുണ്ട്, ഇതാണ് നമ്മുടെ ഹൈ ഗിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 4 വീലർ. ഇത് 4 വീലർ ഉണ്ട് കേട്ടോ, 4 വീലർ ഒരുപോലെ ഇറങ്ങണ്ട, ഷാഫ്റ്റൊക്കെ വെച്ചിട്ട് അടിപൊളി സംഭവം. അപ്പോൾ പിന്നെ അത് 4 വീലർ എൻഗേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഗിയറായത്. ക്ലച്ച് വിട്ടിട്ട് കഴിയുമ്പോൾ